നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. മകൾ ഉപദേശിച്ചതിനാൽ കുതിരസവാരി ഉപേക്ഷിച്ചു. ജീവിതം തിരിച്ചുപിടിച്ച് തിരുവല്ല സ്വദേശികൾ. തീവ്രവാദി ആക്രമണം നടന്ന പഹൽഗാമിൽ നിന്ന് സുരക്ഷിതമായി നാട്ടിലെത്തിയിരിക്കുകയാണ് തിരുവല്ലയിലെ കുടുംബം. റിപ്പോർട്ട് കേൾക്കാം. മകൾ വേണ്ടെന്ന് പറഞ്ഞതിനാൽ മാത്രം ബൈസൺ താഴ്വരയിലേക്കുള്ള കുതിരസവാരി ഒഴിവാക്കി. പകരം ബേദാബ് താഴ്വരയിലേക്ക് പോയി. ആ സമയത്താണ് ബൈസണിൽ തീവ്രവാദി ആക്രമണം നടന്നത്. തിരുവല്ല കാവുംഭാഗം സ്വദേശിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജെ ഗിരീഷിന്റെ ശബ്ദത്തിൽ ആശ്വാസം. പഹൽഗാമിലെ ദുരന്തത്തിൽ നിന്നും ഈ കുടുംബം രക്ഷപ്പെടാൻ കാരണം ബൈസണിലേക്കുള്ള കുതിരസവാരി അപകടകരമാണെന്നും ഒഴിവാക്കണമെന്നും മകൾ നിർബന്ധം പിടിച്ചതിനാലാണ്. ഈ മാസം 19 മുതൽ 22 വരെയാണ് ഗിരീഷും ഭാര്യ ദീപ്തിയും മകൾ തീർത്ഥയും കാശ്മീർ യാത്ര നടത്തിയത്. ഗുൽമാർഗ്, സോനാമാർഗ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് കാശ്മീർ യാത്രയുടെ അവസാന ദിനം ഉച്ചയോടെ ഇവർ പഹൽഗാമിലെത്തിയത്. പഹൽഗാമിലെത്തിയപ്പോൾ ബൈസണിലേക്കുള്ള കുതിരസവാരി എന്തായാലും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് മകൾ നിർബന്ധം പിടിച്ചു. അതോടെ കുടുംബം കുതിരസവാരി ഒഴിവാക്കി ബേതാബ് വാലിയിലേക്ക് പോയി. ഉച്ചയ്ക്ക് 2-ന് തിരികെ പഹൽഗാം ടാക്സി സ്റ്റാൻഡിലെത്തി. 2:30-യോടെ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മടങ്ങും വഴി കഴിക്കാമെന്ന് ടാക്സി ഡ്രൈവർ പറഞ്ഞു. ടാക്സിയിൽ കയറിയപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, വേഗം ശ്രീനഗറിലെത്തണമെന്നും ചിലപ്പോൾ വഴി ബ്ലോക്ക് ആകുമെന്നും ഡ്രൈവർ പറഞ്ഞു. എന്നാൽ കാരണം വ്യക്തമായി പറഞ്ഞില്ല. റോഡിലൂടെ സൈനിക വാഹനങ്ങൾ പോകുന്നത് കണ്ടെങ്കിലും അസ്വാഭാവികമായി തോന്നിയില്ല. ഇതിനിടെ മൊബൈലിൽ വാർത്തകൾ നോക്കിയപ്പോൾ തീവ്രവാദി ആക്രമണത്തിൽ ഏതാനും പേർക്ക് പരിക്കേറ്റുന്ന വാർത്ത കണ്ടു. എങ്കിലും അത്ര ഭീതി തോന്നിയില്ല. നേരെ ശ്രീനഗറിലെത്തിയാണ് കാർ നിർത്തിയത്. ശ്രീനഗർ എത്തിയപ്പോൾ സുരക്ഷ കൂടുതൽ കർശനമാക്കിയതായി അനുഭവപ്പെട്ടു. ഹോട്ടൽ മുറിയിലെത്തി വാർത്തകൾ കണ്ടപ്പോഴാണ് പ്രശ്നം അതീവ ഗുരുതരമാണെന്ന് മനസ്സിലായത്. ഹോട്ടലിന് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. സുരക്ഷിതരാണെന്ന കാര്യം വീട്ടിലും ബന്ധുക്കളെയും അറിയിച്ചു. മടങ്ങാനുള്ള വിമാനം പിറ്റേന്ന് ഉച്ചയ്ക്കായിരുന്നു. തീവ്രവാദി ആക്രമണത്തിൽ മരിച്ച കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഇതേ വിമാനത്തിലാണ് കൊണ്ടുവന്നത്. 23-ന് സുരക്ഷിതരായി ഇവർ വീട്ടിലെത്തി. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.